إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ബഖറ 174 അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ യഹൂദ ക്രൈസ്തവരാണ് അതാദ്യമായി ചെയ്തത്. യഹൂദർ തൗറാത്തിൽ അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചുവെച്ചു. ക്രൈസ്തവർ ഇഞ്ചീലിൽ അല്ലാഹു അവതരിപ്പിച്ച ആയത്തുകളെ മറച്ചുവെച്ചു. അതാണ് ഇവിടെ ഉദ്ദേശം. ഇനി നമ്മുടെ ഖുർആനിൽ ആരെങ്കിലും ആയത്തുകളെ മറച്ചു വെക്കുകയാണെങ്കിൽ അവർക്കും ഇത് ബാധകമാണ്. വയസ്തറൂന ബിഹി സമനൻ ഖലീലൻ, അതുകൊണ്ട് തുച്ഛമായ വിലയാണ് അവർ വാങ്ങുന്നത്. ആ ആയത്തുകളെ വിറ്റുകൊണ്ട് വളരെ തുച്ഛമായ വില അവർ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ, വേദഗ്രന്ഥത്തിൽ വിജ്ഞാനമില്ലാത്തവരെ പല കാര്യങ്ങളും പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് അവരുടെ സമ്പാദ്യം ചൂഷണം ചെയ്തെടുക്കുന്നതിനാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. എന്നതുകൊണ്ട് അവർ വളരെ തുച്ഛമായ വിലയാണ് വാങ്ങുന്നത്. ഉലൈക അക്കൂട്ടർമായ ഉക്കുലൂന, അവർ ഭക്ഷിക്കുന്നില്ല, ഫീ ബുത്തൂനിഹിം, അവരുടെ വയറുകളിലേക്ക് ഭക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വയറുകളിൽ അവർ നിറക്കുന്നില്ല, ഇല്ലന്നാർ, നരകമല്ലാതെ എന്ന് പറഞ്ഞാൽ നരകത്തിയല്ലാതെ അവർ വയറുകൾ അവർ നിറക്കുന്നില്ല. അങ്ങേയറ്റം കഠിനമായ ഭാഷയിലാണ് അല്ലാഹു അതിനെ ആക്ഷേപിക്കുന്നത്. വലാ യുകല്ലിമുഹും, അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ ഖിയാമത്ത് നാളിലുണ്ട്. പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിചാരണക്കെടുക്കുകയോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയോ കാര്യങ്ങൾ ചോദിച്ചറിയുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അവരെ അവഗണിച്ചു കളയുന്നതാണ്. വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ബാധകമാകുകയില്ല, പൊറുക്കൻ ലഭിക്കുകയില്ല. അല്ലാഹുവിന്റെ കോപത്തിനും ശാപത്തിനും മാത്രമായി അവർ നരകാവകാശികളായി തീരും. അതാണ് അല്ലാഹു പറയുന്നത്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഉള്ളത്. അല്ലാഹു അവതരിപ്പിച്ച കിതാബിലുള്ള ആയത്തുകളെ മറച്ചു വെക്കാൻ പാടില്ല. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവരെ ചൂഷണം ചെയ്യാൻ പാടില്ലെന്നൊക്കെയാണ് ആയത്തിൽ നൽകുന്ന സന്ദേശം. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.